കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബ്ലൗസിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ ആ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം. അപ്പോൾ ബാക്ക് പാർട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. അത് ദേ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേരിൻ്റെ രണ്ട് ഭാഗം ഇത് ഒരുമിച്ച് വെക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമ്പോൾ ദേ ഇതുപോലെ ഒന്ന് തിരിച്ചു വെക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് ആ ഓപ്പൺ ഭാഗം നമുക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് തുണി ആയതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണാനും കുറച്ച് ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം കേട്ടോ. അതെ, അപ്പോൾ ഇതുപോലെ നമ്മൾ തേരിൻ്റെ ഭാഗം ഇതുപോലെ ഒരുമിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിനി ആ തേരിൻ്റെ ഭാഗം ഞാനവിടെ കട്ട് ചെയ്ത് കളയാറുണ്ട് എപ്പോഴും. എന്താ വെച്ചാൽ അത് ബ്ലൗസിലേക്ക് വെക്കുമ്പോൾ അത് ശരിയായിട്ട് നമുക്ക് തയ്ക്കാൻ വൃത്തിയായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ തുണി അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട് കേട്ടോ. അതുപോലെ തുണി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഭാഗം നമ്മുടെ തേരിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം അവിടെ നമ്മൾ ഹുക്കിനും മയ്യിനും വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച്, നിങ്ങൾക്ക് 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, 1/2 ഇഞ്ച് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലും ഇത് കൊടുക്കരുത്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ബാക്ക് പാർട്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ വെക്കുകയാണ്. അപ്പോൾ വെക്കുമ്പോൾ കണ്ട തുണി മാക്സിമം കയറ്റിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് തുണി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലാക്കിൽ എൻ്റെ വീട്ടിൽ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നല്ല വെളിച്ചത്തിലൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ വീഡിയോ. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ എടുക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗമില്ലേ, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ ഞാൻ 2.25 നെക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്ന് വെച്ചിരിക്കുന്നതാണ്. അത് ബാക്ക് പാർട്ടിലാണ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളോട്. അപ്പോൾ അത് കണ്ടോളൂ. ഇതുപോലെ ആക്കി എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ മോൾ ഭാഗത്ത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സ്കെയിലെടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു വരച്ചു കൊടുക്കില്ല, നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പൊക്കെ ഞാൻ അപ്പം പറഞ്ഞു പോകണത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ തയ്യൽ തുമ്പ് ഇട്ട് പോയി ആ തയ്യൽ തുമ്പി കൂടെ നിങ്ങൾ തയ്ച്ചാൽ മതി കണ്ട. അപ്പോൾ നമ്മൾ ഈ മോൾ ഭാഗത്തെ ഷോൾഡർ വരച്ചു. ഇനി നമ്മൾ അരയിഞ്ച് തയ്യൽ തുമ്പിട്ടല്ലോ, അതും നമ്മൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം കണ്ടില്ലേ, അപ്പോൾ ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ട് അതും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ അപ്പോൾ അറിയാത്തവരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അവർ ഇത് മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗം എടുത്തു, വീണ്ടും നമ്മൾ ഇതുപോലെ വെച്ചു. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക കണ്ട. നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് എവിടെ വരെ വേണം നമ്മൾ വേണ്ടത്, നമ്മുടെ ആ ഒരു 10.25 ചെസ്റ്റിൻ്റെ കറക്റ്റ് പോയിന്റ് വരെ മാത്രം മതി കേട്ടോ. അവിടെ വരെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. ആ തയ്യൽ തുമ്പ് അതിൽ ഉൾപ്പെടുത്തരുത്, അവിടെ കൊണ്ട് നിർത്തണം ആണോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഈ ഒരു ഭാഗം നമ്മുടെ തയ്യൽ തുമ്പിന് ശേഷമാണ് വെക്കുന്നത് കണ്ടോ. 4 ഇഞ്ചിന് ശേഷമാണ് ഞാൻ ബാക്ക് പാർട്ട് വെച്ചിരുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളതെടുത്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാറ്റുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എൽ ഷേപ്പായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഷേപ്പ് അവിടെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കും. ഞാൻ സ്ലോ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ 2 പ്രാവശ്യമായിട്ട് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട്. അപ്പോൾ രണ്ടും കാണണം കേട്ടോ നിങ്ങൾ. ആദ്യത്തെ കണ്ടിട്ട് വേണം ഇത് കാണാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തള്ളി നമ്മൾ വരച്ചെടുത്തു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ടാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ട് നമ്മളിത് ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇതുപോലെ പാസ് ചെയ്തിട്ട് കണ്ടോ, കുറച്ചുള്ളിലേക്ക് നമ്മൾ തള്ളി വരയ്ക്കില്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ആം ഹോളിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സോറി ബ്ലൗസിൻ്റെ അല്ല കേട്ടോ, ബസ്റ്റിൻ്റെ അല്ല കേട്ടോ, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അളന്നെടുത്ത് വെച്ചു. അപ്പോൾ എനിക്ക് 7.25 എടുത്ത് കിട്ടിയത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കും. 7.25 ഞാൻ എടുത്തു കേട്ടോ. ഈ ഒരു ബ്ലൗസിന് 7.25 എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് മുകളിലുള്ളത് കൊണ്ട് ഇവിടെ തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ്. അപ്പോൾ ഞാൻ മുകളിൽ 2.25 എടുത്തപ്പോൾ താഴെ ഈ ഒരു ഭാഗത്തെ വീതി ഞാൻ എടുക്കുന്നത് ഒരു 3.25 എടുക്കുന്നുണ്ട്. അത് ബാക്ക് പാർട്ടിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലും ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നല്ല വിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടെങ്കിൽ 2.25 തന്നെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഇതുപോലെ
നമ്മളൊന്ന് അതിൻ്റെ ആ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മുടെ കറക്റ്റായിട്ട് കിട്ടി. നമുക്ക് അടുത്തത് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, തെറ്റി പറഞ്ഞാണ് നേരത്തെ. നമ്മൾ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസിൽ നിന്ന് കണ്ട ആ ഒരു പോയിന്റ് ഞാൻ പിടിച്ചിരിക്കണം, ആ പോയിന്റിൽ ആ പോയിന്റ് എത്രയാണെന്ന് നമുക്ക് ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ തയ്യലിൻ്റെ ഭാഗമല്ലേ, നമ്മൾ ഷോൾഡറിൻ്റെ തയ്യലിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിൽ നിന്ന് കണ്ടോ തയ്യലിൻ്റെ ആ ഷോൾഡർ ഭാഗത്തു നിന്ന് ഞാൻ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു പോയിന്റിൽ, നമ്മുടെ ടക്ക് പോയിന്റ്, അതിലേക്ക് കറക്റ്റായിട്ട് നമ്മളിത് ഇതുപോലെ ഇവിടെ നിന്ന് അളന്നെടുക്കുക. എത്രയാണ് നമുക്കിവിടെ കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബ്ലൗസിനനുസരിച്ചിട്ട് ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. എനിക്കിത് ഇവിടെ ഉള്ളത് 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മുകളിൽ തയ്യൽത്തുമ്പ് അറേഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്നും നോക്കണ്ട, 11 തന്നെ അടയാളപ്പെടുത്തുക. ഇതേ കണ്ടില്ലേ, ആ തയ്യൽത്തുമ്പിന് താഴേക്ക് വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. 11 ഇഞ്ച് മനസ്സിലായല്ലോ, മുകളിൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 11 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ എന്ന് പറയാം കേട്ടോ. അതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ. അപ്പോൾ ഇനി നമ്മൾ ഈ ബസ്റ്റ് ലൈനിൽ നമുക്ക് അവിടെ ഒരു പോയിന്റ്, ഇത്രയും വീതിയുള്ള നമ്മുടെ ആ ബ്ലൗസിൻ്റെ ഹുക്കിൻ്റെ ഭാഗത്തൊരു ഇത് കണ്ടല്ലേ, ഒരു ടക്ക്. അപ്പോൾ അവിടെ എത്ര വീതി വരും നോക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ മെയിൻ ഡാർട്ടിൻ്റെ ആ ഭാഗത്തോടെ നമ്മളൊരു ടക്ക് തയ്ച്ചില്ലേ, അപ്പോൾ അത് എത്രയുണ്ടോയെന്ന് നമ്മളത് ഇതുപോലെ അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പട്ട വയ്ക്കാത്ത ഭാഗമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചാണ്. 4 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടുതൽ, ഒരു പോയിന്റ് അല്ല 2 പോയിന്റ് കൂടുതലാണ്. ഈ പട്ടയുടെ ഭാഗമാകുമ്പോൾ ആ പട്ടയുടെ ഭാഗം വിടിയിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പട്ടയുടെ ഭാഗം കൂട്ടരുത് കേട്ടോ. അപ്പോൾ എനിക്ക് 4 കഴിഞ്ഞിട്ട് 2 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ബസ്റ്റ് സൈസ് കൂടുതലുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ 4 കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് ഇതുപോലെ അടയാളപ്പെടുത്തിയെടുത്തു. താഴേക്കൊരു ലൈൻ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് അത് കാണാൻ വേണ്ടി ഈ ഒരു ലൈനാണത്. അത് എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിടിക്കുക, എന്നിട്ട് താഴത്തേക്ക് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോരുത്തരുടെ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്ക് വരുന്നത് ഒരു 3.25 എനിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അധികം തയ്യൽ തുമ്പ് അധികം കൊടുക്കണ്ട, ആ 3.25 തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. കാരണം അവിടെ ചെരിഞ്ഞു വരിക കാരണം അവിടെ അധികം തയ്യൽ തുമ്പ് കൊടുക്കരുത്, വല്ലാണ്ട് വലിപ്പം കൂടിപ്പോവും. അപ്പോൾ ആ 3.25 ഉള്ളത് മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി, അത് ശരിയാവും കേട്ടോ. ഞാനവിടെ കൊടുക്കാറില്ല. അപ്പോൾ ആ ഒരു 3.25 തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അത് ചെരിഞ്ഞ് വെട്ടി വരുമ്പോഴേ അത് കണക്കായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ, അവിടെ ഒരു ലൈൻ വരച്ചു, അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ ബസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും വരച്ചു, ചെസ്റ്റ് ലൈനും വരച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കേട്ടോ, അത് ചെസ്റ്റ് ലൈന്, അപ്പോൾ ഇനി ഇത് ബസ്റ്റ് ലൈന്, ഇത് വേസ്റ്റ് ലൈൻ. അപ്പോൾ 3 നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓരോരുത്തരും എന്താണ് കൂട്ടേണ്ടതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ലൈനിൽ കുറച്ച് കൂട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് വേണ്ട, 10.25 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഡാർട്ട്, ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ഡാർട്ട് കണ്ടല്ലേ. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഡാർട്ടിന് ഞാൻ അവിടെ 1/2 ഇഞ്ച് കൂട്ടി. നിങ്ങൾ 3/4 ഇഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 3/4 ഇഞ്ച് നമ്മൾ ഈ ചെസ്റ്റിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചാണ് കൊടുത്തത്, അപ്പോൾ അവിടെ 1/2 ഇഞ്ച് കൂട്ടി. അപ്പോൾ അവിടെ എക്സ്ട്രാ അവിടെ കൂട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗത്തും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് എൻ്റെ ബസ്റ്റ് ലൈൻ ആട്ടോ. അപ്പോൾ എൻ്റെ ബസ്റ്റ് ലൈൻ എങ്ങനെ അളക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്നെടുക്കുക. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അളന്നെടുക്കേണ്ടത് ചെസ്റ്റ്. ഇനി ബസ്റ്റ് എങ്ങനെ അളന്നെടുക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് കഴിക്കുക. നമ്മൾ ഈ പട്ട ഇല്ലാത്ത ഭാഗത്തുനിന്ന് ഞാൻ തുടങ്ങിയിട്ടാണ്, പട്ട വയ്ക്കാത്ത ഭാഗത്തുനിന്ന് ഇതുപോലെ കണ്ട നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വന്നു. നമ്മൾ സൈഡിൽ 3 ഡാർട്ടല്ല ഇട്ടുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിത് ഈ സൈഡിൽ കൂടെ കൊണ്ടുപോകട്ടോ. ടേപ്പ് വലിക്കാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് കറക്റ്റായിട്ട് നമ്മൾ അളന്നെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തോടെ നമ്മുടെ ആ ബ്ലൗസിൻ്റെ ആ പള്ളയിൽ പോയിട്ട് നമ്മൾ ആ ബാക്കിലേക്ക് വരിക കേട്ടോ. നമ്മൾ ബാക്കിൽ അളവും കൃത്യമായിട്ട് തന്നെ എടുക്കണം കേട്ടോ, വലിച്ച് വെച്ചെടുക്കരുത്. കൃത്യമായിട്ട് തന്നെ നമ്മൾ ബാക്കിലും ഇതുപോലെ പിടിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അതുപോലെ പിടിച്ച് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലേറെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോൾ അതിൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ എടുത്തു കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ വന്നു. എനിക്ക് 42 ഇഞ്ചാണ് എൻ്റെ ബസ്റ്റിൻ്റെ പോയിൻ്റ്. കണ്ടോ, 42 ഇഞ്ചാണ് എൻ്റെ ബസ്റ്റ് പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൗസ് എൻ്റെ കണ്ട ആ പട്ട വിടണം കേട്ടോ, ആ പട്ട എടുക്കാൻ പാടില്ല, ആ പട്ട വിട്ടിട്ട് വേണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് 10.25, എനിക്ക് വരുന്നത് 10.25. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ലൂസ് അവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, 10.25 എനിക്ക് വന്നത്. 42ൻ്റെ 4 ഭാഗം 10.25. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ബസ്റ്റ് പോയിന്റിൽ 3/4 ഇഞ്ച്, എല്ലാവരും 3/4 ഇഞ്ച് തന്നെ ലൂസ് കൊടുക്കുക കേട്ടോ.
കൊടുക്കുമ്പോൾ എനിക്ക് 11:30 എനിക്ക് അവിടെ പറഞ്ഞത് കേട്ടോ. ആ ഒരു അളവാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ നല്ലൊരു ഭാഗം എടുക്കുക, അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ലൂസ് കൂട്ടുക, എന്നിട്ട് നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വരയ്ക്കുന്ന ആ ലൈനിൽ കൂടെ താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ, നമ്മുടെ വേസ്റ്റ് ലൈനിലേക്ക്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുപോലെ. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നമ്മൾ താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് എടുത്തു. ഇനി ബാക്ക് പാർട്ടിൽ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണ്? നമുക്ക് 8.75 നമ്മൾ കിട്ടിയിരിക്കുന്നത്. ആ 8.75 എടുക്കുക. ആ 8.75 നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 8.75 അടയാളപ്പെടുത്തുക, വേസ്റ്റ് ലൈനിൽ കേട്ടോ അടയാളപ്പെടുത്തി. അതിനുശേഷം എത്ര ഇഞ്ച് ബാക്കി വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വരുന്നത് 3 ഇഞ്ചിൻ്റെ അടുത്ത് എനിക്ക് വരുന്നുണ്ട് കേട്ടോ, 3 ഇഞ്ച്. ആ 3 ഇഞ്ചാണ് നമുക്കിവിടെ ഡാർട്ടായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ ആ 3 ഇഞ്ച് ഇവിടെ ഈ നമ്മുടെ മെയിൻ ഡാർട്ടിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ 1.5 ഇഞ്ച് വീതം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ 3 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക, അപ്പോൾ എൻ്റെ അളവ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് ഓരോ വ്യത്യസ്തമായ അളവുകളായിരിക്കും, ഓരോരുത്തരുടെ അളവും അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ അതാണ് നമുക്ക് വേണ്ട അളവ്, നമ്മുടെ ബോഡി പാർട്ടിന് വേണ്ട നമ്മുടെ ആ ടക്കിൻ്റെ ഇത് അത്രയാണ് വേണ്ടത്. ഇപ്പം മനസ്സിലായല്ലോ. എനിക്ക് 3 ഇഞ്ച് കിട്ടി, നിങ്ങൾക്ക് 1 ആണെങ്കിൽ 1, അങ്ങനെ 2 അങ്ങനെ കിട്ടില്ലേ, അത് നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി ചെയ്യുക കേട്ടോ. നമ്മളിവിടെ ഡാർട്ട് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് ഒരിക്കൽ കറക്റ്റ് തന്നെയായിരിക്കും ബ്ലൗസ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഡാർട്ടിൽ നമുക്ക്, അപ്പോൾ ഈ ഒരു ഇത് 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട്, 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നുണ്ട് കേട്ടോ ആ മെയിൻ ഡാർട്ടിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഇതുപോലെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ അര ഇഞ്ചിൻ്റെ ഡാർട്ട നമ്മൾ തയ്ക്കണുള്ളൂ. അപ്പോൾ 4 ഇഞ്ച് വീതം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കുക കണ്ടോ. ഇതേ അപ്പുറത്തും കൊടുത്തു, ഞാനതുപോലെ ഇപ്പുറത്തും കൊടുത്തു. ഇനി നമ്മളപ്പോൾ അവിടുത്തെ 1/2 ഇഞ്ച് പോയിട്ടോ, പിന്നെ 1.5 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ഇനി ഈ മെയിൻ ഡാർട്ടിൽ നിന്ന് ഇപ്പം എൻ്റെ വലിയ സൈസ് ആയതുകൊണ്ട് ഞാനൊരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഞാനവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ 2.5 ഇഞ്ച് ഞാൻ ഗ്യാപ്പിൽ കൊടുത്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ സ്കെയിൽ എടുക്കുക കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു താഴത്തെ ആ ഒരു ഡാർട്ടിൽ അതിനെ കണക്ട് ചെയ്ത് ആ ഒരു ചെരിവ് പോലെ തന്നെ വരയ്ക്കണം കണ്ടോ. ആ സ്കെയിലിൽ കണ്ടോ 2 ഡാർട്ടിന് ചെരിവ് വരുന്നുണ്ടോ, അതേ രീതിയിൽ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഡാർട്ട് ശരിയാവില്ല. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. ഞാനിപ്പുറത്തെ 1/2 ഇഞ്ചാണല്ലോ ഇട്ടിരിക്കുന്ന തയ്യൽ തുമ്പ്. അപ്പോൾ ഇപ്പുറത്തെ ഡാർട്ടിന് നമ്മൾ കാലും വീതം 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ 1/2 ഇഞ്ച് നമ്മളെങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് അവിടെ മാനേജ് ചെയ്ത് പോകും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിതിൽ 3 ഡാർട്ട് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ 4 ഡാർട്ട് ഉള്ള ബ്ലൗസ് ഞാൻ വേറെ തന്നെ തയ്ച്ച് കാണിക്കും കേട്ടോ. ഞാനിത് സംശയം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഒരെണ്ണം ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇത്രയും മനസ്സിലായി കാണുമല്ലോ, ഇത്ര ഡാർട്ടുകൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഒരു ചെരിഞ്ഞൊരളവുണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അളവിൽ നമ്മൾ എത്ര എടുത്തിരിക്കണം? 4 ഇഞ്ച് കൂട്ട്. ഞാനവിടെ 3.75 അപ്പോൾ എത്രയാണോ നമ്മൾ എടുത്തിരിക്കണം 3.75 കേട്ടോ. അപ്പോൾ 3.75 പകുതി എടുക്കുക, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുക കണ്ടോ. 1/2 ഇഞ്ച് കുറയ്ക്കുക കേട്ടോ. നമ്മൾ 3.75 എനിക്ക് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിൻ്റെ പകുതി എടുക്കുക, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 1.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 1.5 ഇഞ്ചും ചെറിയൊരു പോയിന്റ്, അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ആ 1.5 ഇഞ്ച് തന്നെ ഞാൻ ഇപ്പുറത്തും അടയാളപ്പെടുത്തി കൊടുത്തു കണ്ടോ. ഈ ഒരു പോയിന്റിലും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ 2 നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഫ്രഞ്ച് കർവ് ഉള്ള കാരണം ഇതുപോലെ ചെരിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് വരികയെന്നുള്ളത്. ഇപ്പോൾ അതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കട്ടിങ് നോക്കണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് കട്ടിങ് വെട്ടാന്നുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തു. അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ അളവ് തയ്യൽ തുമ്പ് ചേർക്കരുത്. അപ്പോൾ അവിടുത്തെ അളവെന്ന് പറഞ്ഞാൽ എനിക്ക് 9.25 എനിക്ക് വരുന്നത് കണ്ടോ. 9.25 എനിക്ക് വരും. അപ്പം ഞാൻ അതിൽ നിന്ന് ഇനി ഈ ഒരു ഭാഗത്തെ അളവ് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വന്നു. അപ്പോൾ അവിടെ ഒരു 7 ഇഞ്ച് കേട്ടോ, 7 ഇഞ്ച്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അപ്പോൾ 7 ഇഞ്ച് 9.25 നിന്ന് 7 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് 2.25 ഇഞ്ച് വരിക അല്ലേ, 2.25 ഇഞ്ച്. ആ 2.25 ഇഞ്ചിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടുക. 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം കേട്ടോ. അപ്പോൾ അത് കൂട്ടുമ്പോൾ എനിക്ക് 3 ഇഞ്ചാണ് വരിക. അപ്പോൾ ആ 3 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തണം കേട്ടോ. ഇതുപോലെ 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ. അപ്പോൾ ചെറിയ പോയിന്റുകളും മിസ്റ്റേക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയേണ്ട കേട്ടോ, നിങ്ങൾ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഈ ഭാഗം 8.75, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മളിത് ഇതുപോലെ ഇത് ലേശം കൂട്ടിയിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു വരയിൽ 3 ഇഞ്ച് ഇതുപോലെ
വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതെ ഇതുപോലെ സോറി വ്യത്യാസമല്ല, അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക, താഴത്തേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇതേ ഈ ഒരു ഭാഗത്തോടെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതെ ഈ സ്ട്രെയിറ്റ് ലൈൻ നേരിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതെ ഈ ഒരു ഭാഗത്ത് അളവെന്ന് പറഞ്ഞാൽ 3.5 ഇഞ്ചും, നമുക്ക് അപ്പുറത്തെ അളവ് നോക്കാം കേട്ടോ. അവിടെ വരുന്നത് 3 ഇഞ്ചുമാണ് വരുന്നത് കണ്ടോ, 3 ഇഞ്ചും. അപ്പോൾ നമ്മുടെ പട്ട തയ്യാറായില്ലേ ആ ഭാഗത്ത് കട്ടിങ്. ഇത് നമുക്ക് കട്ടിങ്ങിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലേ, അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു, താഴേക്കും നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ കട്ടിങ്ങിന് തയ്യൽ തുമ്പ് കൊടുത്തു. നമ്മുടെ മെയിൻ ബ്ലൗസിന് ഇതുവരെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലേ, അപ്പോൾ ആ തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കട്ടിങ്ങിൻ്റെ തയ്യൽ തുമ്പ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. തയ്യൽ തുമ്പ് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല, ലൂസുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വെക്കുന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് വയ്ക്കുക, ഇതുപോലെ 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് കൊടുക്കുക, അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും 1.5 ഇഞ്ച്. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പുകൾ റെഡിയായി. എന്നിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ച്, നിങ്ങൾ 2 ആണെങ്കിൽ 2, ഞാനിപ്പോൾ ഇവിടെ 1.5 കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തു. ഇനി നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഒന്ന് ഒരു ഷേപ്പാക്കി വരയ്ക്കാം കേട്ടോ. അത് നമുക്ക് തയ്ച്ച് വരുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കില്ല കേട്ടോ, ഒരുപാട് ഇതായി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിൻ്റെ കട്ടിങ്ങുകളും ഇതൊക്കെ നമുക്ക് വെട്ടി ഓരോന്ന് മാറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കട്ടിങ് വെട്ടിയെടുക്കാം. കട്ടിങ് ഇതിപ്പോൾ 2 എണ്ണമല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് 6 എണ്ണം വേണം കേട്ടോ കട്ടിങ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ടിങ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബാക്ക് പാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ് 6 എണ്ണം വേണം കേട്ടോ. അതിലിപ്പോൾ 2 എണ്ണമേ ഉള്ളൂ. ഇനി നമ്മുടെ സ്ലീവ്. അപ്പോൾ സ്ലീവിന് ഞാൻ ലൈനിങ് വെക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തിലാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ 12.5 ഇഞ്ച് ഉണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു സ്ലീവിന്. അപ്പോൾ അത് തയ്യൽ തുമ്പൊക്കെ കഴിച്ചു വരുമ്പോൾ കുറയും. അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇപ്പം കണ്ടില്ലേ 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു അളവിന് 4 ഇഞ്ച് മതിയാവും. ഇതിനേക്കാളും ചെറിയ സൈസിനൊക്കെ 3.5 ഇഞ്ച് മതിയാവും കേട്ടോ. ക്യാപ്പ് ഹൈറ്റ് എന്നാണ് പറയുക അതിന്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് എനിക്കിപ്പോൾ 4 ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കണം എൻ്റെ ഈ ഒരു അളവിന് കേട്ടോ. ചെറിയ അളവുകൾക്കാണെങ്കിൽ 3, 3.5 മതിയാവും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു അളവ് നിങ്ങൾ എടുക്കുക കേട്ടോ. നമ്മൾ അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കൈയിൻ്റെ വണ്ണം നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 13.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ആ 13.5 ഇഞ്ച് എത്രയാണ്, പകുതി എത്രയാണ്? പകുതി 6.5 ഇഞ്ചാണ്. ഇത് മെയിൻ ഒരു അളവാട്ടോ. നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല കണ്ടോ. ഞാൻ 6.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി എടുത്തു, നമ്മുടെ കൈവണ്ണത്തിൻ്റെ കേട്ടോ. അതിൻ്റെ കൂടെ എല്ലാവരും ഒരു 1.5 ഇഞ്ച് കൂട്ടിയാൽ മതി. എല്ലാവർക്കും ഒരു 1.5 ഇഞ്ച് മതിയാവും കേട്ടോ. കണ്ടോ 1.5 ഇഞ്ച് കൂട്ടുക. തയ്യൽ തുമ്പല്ല കേട്ടോ, തയ്യൽ തുമ്പല്ല, നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒരു അളവാണ് പറയണത്. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് കണ്ടോ. 1.5 ഇഞ്ചാണെന്ന് ഞാനവിടെ കൂട്ടിയാണ് 6.5 കൊടുത്തു 1.5. ഇനി ഞാൻ ഇവിടുന്ന് ചെരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് ചെരിച്ച് ഞാൻ ഈ ടൈപ്പ് വയ്ക്കുമ്പോൾ 9 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 9 ഇഞ്ചാണ്. ആ കറക്റ്റ് കണ്ടോ 9 ഇഞ്ച് തന്നെ നമുക്ക് വന്നിരിക്കുന്നുണ്ടോ. ആ 9 ഇഞ്ച് തന്നെ നമ്മുടെ സ്ലീവിലും വന്നു കേട്ടോ. ഇത് കറക്റ്റ് മെഷർമെൻറ്റാണ്, ഒരിക്കലും തെറ്റില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും കേട്ടോ. ബാക്കിയെല്ലാം അതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ അവിടെ ഒരു 1.25 ഇഞ്ച് നമ്മളൊരു സ്ട്രെയിറ്റ് ആണ് കേട്ടോ. ആ ഒരു ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കില്ലേ. ഈ തുണി ഇത്തിരി കട്ടുള്ള പോലെ തുണിയാണ്, അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുമ്പോൾ കാണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക കേട്ടോ, ഇതിൽ മുഴുവൻ കണ്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തില്ല കേട്ടോ. നമ്മൾ നേരത്തെ തയ്യൽ തുമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് തുണി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. 1.5 ഇഞ്ച് വേറെ തയ്യൽ തുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തയ്യൽ തുമ്പ് വേറെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇവിടുത്തെ അളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ 5.5 ഇഞ്ചിൽ നിന്ന് നമ്മളിത് നമ്മുടെ ആ ഒരു 6.5 പിന്നെ 1.5 പോയിന്റില്ലേ, അവിടേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അവിടേക്ക് വരച്ചു കൊടുത്തു. അവിടേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് നമ്മളിത് ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. 1.5 ഇഞ്ച് അത് നമ്മുടെ തയ്യൽ തുമ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. സാധാരണ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുക അതുപോലത്തെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ സ്ലീവിൻ്റെ വേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഓടിച്ച് പറഞ്ഞു പോകണത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടുമ്പോഴേ നിങ്ങൾക്കത് ഇഷ്ടമായിരുന്നു വരില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ നമ്മളവിടെ കുഴിച്ച് വരച്ചല്ലേ, അത് സ്ലീവിൻ്റെ അവിടെ കുഴിച്ച് വരയ്ക്കുക. ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ
കുഴിച്ച് വരച്ചു കേട്ടോ. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുഴിച്ച ഭാഗം വെട്ടണല്ലോ. അപ്പോൾ നമ്മുടെ തുണി രണ്ടും ഒരുപോലെ വെക്കേണ്ടതാണ്. നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചേക്കണേ. നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ അളവിട്ട ഭാഗത്ത് ദേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആം ഹോള് കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ദേ ഈ അളവ് നോക്കുമ്പോൾ നമുക്ക് ദേ ഇതുപോലെ വരുമ്പോൾ നല്ല പുറങ്ങൾ കണ്ട ഫ്രണ്ടിലോട്ട് നമുക്ക് ദേ ഈ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ഭാഗം ദേ കറക്റ്റായിട്ട് നമുക്ക് ഒരു അടയാളമായിട്ട് എടുക്കാം കേട്ടോ. അത് ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. അപ്പോൾ ഞാൻ തയ്ക്കണ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല, വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് തയ്ച്ച് കാണിച്ചത്. അപ്പോൾ ബിഗിനേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. അപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ അത് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടൊക്കെ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഷോൾഡർ കൊടുത്തതൊക്കെ നമ്മൾ വീഴാണ്ട് കറക്റ്റ് ബാക്കിലേക്ക് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെയും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതുപോലെയും ചെയ്ത് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസ് എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ.